അപ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഏതൊക്കെ പാർട്സുകൾ ഉണ്ടെന്നാണ് നോക്കുക. ഒരുപാട് പാർട്ടുകൾ നമ്മൾ ഡി സി ജനറേറ്റർ പറഞ്ഞപ്പോൾ ഇതിൻ്റെ യോക്ക്, അതുപോലെ തന്നെ ഫീൽഡ്, കോറ്, പോള്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആകെ പറയുന്നത് ഒരു സ്റ്റേറ്റർ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു റോട്ടർ എന്താണെന്നുള്ളത്, ആ ഒരു സെറ്റപ്പ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ റോട്ടർ എന്നുള്ള പാർട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റർ എന്നുള്ള പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്ററിൻ്റെ അവിടെയാണ് എ സി ഔട്ട്പുട്ട് എന്നുള്ളത് പോയിൻ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫീൽഡ് മാഗ്നറ്റുകളായിട്ട് റോട്ടറിനകത്ത് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് മാഗ്നറ്റ് അറേഞ്ച് ചെയ്ത പോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ആ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് നമ്മളൊരു ഡി സി സോഴ്സ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം എന്തിനാണ്? അവിടെ ഡി സി ജനറേഷന് മാഗ്നറ്റിക് ഫീൽഡായിട്ട് എപ്പോഴും വരാൻ വേണ്ടിയിട്ടാണ് ഈ ഡി സി സപ്ലൈ കൊടുക്കുന്നത്. ഇനി ഈ ഷാഫ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ കറണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ചെയ്ത അതായത് ഡി സി സപ്ലൈ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അതാണ് റോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. സ്റ്റേറ്റർ എന്ന് പറയുമ്പോൾ എ സി വൈൻഡിങ്ങുകൾ ഓരോ സ്ലോട്ടുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ പീസ്, ആർമേച്ചർ കോയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഡോവ് ടെയിൽ ജോയിൻ്റ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ഈ സെക്ഷനിൽ അവസാനമായിട്ട് കൃത്യമായിട്ട് പറയാം. മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്: സ്റ്റേറ്റർ എന്നുള്ളതും റോട്ടർ എന്നുള്ളതും. ഈ രണ്ട് പാർട്ടാണ് ഒരു എ സി ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിന് ഉള്ളത്. ഇനി അടുത്തതായിട്ട് ഓരോ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റേറ്റർ എന്നുള്ളത് എന്താണ്? സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി പാർട്ടാണ് അല്ലേ. സ്റ്റേഷനറി പാർട്ട് എന്ന് പറഞ്ഞാൽ അനക്കമില്ലാത്ത പാർട്ടാണ്. ആ പാർട്ടിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ആർമേച്ചർ കോറും അതുപോലെ തന്നെ ലാമിനേഷൻ ചെയ്ത സ്റ്റീൽ ആർമേച്ചർ കോറാണ് ഉണ്ടാവുക. ആർമേച്ചർ കോർ ഫോം ചെയ്തിട്ടുള്ളത് സ്റ്റീൽ ലാമിനേഷൻ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്ലോട്ട്സിലാണ് കിടക്കുന്നത്. ഓപ്പൺ സ്ലോട്ട്സ് ഉള്ള രീതിയിൽ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്കാണ്. ഈ ഡിസ്കിൻ്റെ ഷേപ്പിലുള്ള ഒരു ലാമിനേഷൻ എന്ത് ചെയ്യാണ്? അങ്ങനത്തെ ഒരുപാട് ലാമിനേഷനുകൾ എന്ത് ചെയ്തിട്ടുള്ള അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് എന്താ നമുക്ക് കിട്ടുന്നത്? നമുക്ക് അതിലൊരു സ്ലോട്ട് ഉണ്ടാവും. ഈ സ്ലോട്ട് എന്തിനാ വെച്ചാൽ സ്റ്റേറ്ററിനകത്ത് കണ്ടക്ടേഴ്സ് വൈൻഡ് ചെയ്ത് വെക്കാനാണ്. കണ്ടക്ടേഴ്സ് എന്തിനാണ് അവിടെ വരുന്നതെന്ന് വെച്ചാൽ, എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ കണ്ടക്ടറാണ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നത്? സ്റ്റേറ്ററിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. ആർമേച്ചർ കോർ എന്നുള്ളത് എന്താണ്? കണ്ടക്ടേഴ്സ് വൈൻഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, സ്പേസിങ് അല്ലെങ്കിൽ ഒരു ഹൗസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ആർമേച്ചർ കോറിനകത്ത് ചെറിയ ലാമിനേറ്റഡ് സെഗ്മെൻറ്റുകൾ എന്ത് ചെയ്യാണ്? അച്ചടിച്ച് കൂട്ടുന്നതിന് പറയുന്ന പേര് സ്റ്റാഗറിംഗ് എന്നാണ്. അതായത് എന്താ ചെയ്യുന്നത്? ഒരുപാട് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറുകൾ എടുത്തിട്ട് അത് അതിനെ പോലെ അടുക്കി വയ്ക്കുക. അങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കണ്ടക്ടേഴ്സിൻ്റെ കെട്ടി വയ്ക്കുന്നതിനായിട്ട് ഒരു ചെറിയ സ്ലോട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റർ ഫോം ചെയ്യും. അപ്പോൾ ആ സ്റ്റേറ്ററിൽ നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഫിക്സ് ചെയ്യും. പിന്നെ സ്റ്റാഗർ ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും? അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. പിന്നെ ലാമിനേഷൻ ചെയ്തിട്ടുണ്ടാവും. ലാമിനേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എഡ്ഡി കറൻസും അതുപോലെ തന്നെ അതിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെയാണ്. പിന്നെ സ്റ്റാമ്പ് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ സ്റ്റാമ്പിങ്സ് ആൾസോ ഹാവ് ഹോൾസ് വിച്ച് മേക്ക് ആക്സിയൽ ഓർ റേഡിയൽ വെന്റിലേഷൻ ഡക്റ്റ്. ചില സമയത്ത് വെന്റിലേഷൻ ഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എന്തിനാ വെച്ചാൽ എഫക്റ്റീവ് കൂളിംഗ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 2 ടൈപ്പ് സ്ലോട്ടുകളാണ് ഇതിലുണ്ടാവുക. കണ്ടക്ടേഴ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് സ്ലോട്ടുകളാണ് ഉണ്ടാവുക. ഒന്ന് ഓപ്പൺ സ്ലോട്ട് എന്നും രണ്ടാമത്തതിനെ സെമി ക്ലോസ്ഡ് സ്ലോട്ട് എന്നും പറയും. ഈ സെമി ക്ലോസ്ഡ് സ്ലോട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ കോറിൻ്റെ ഗ്യാപ്പ് എങ്ങനെയാണ്?
ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്നത് നോക്കുക, എന്താണ് ഓരോ ഗ്യാപ്പ് സെഗ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും കണ്ടക്ടേഴ്സിനെ വൈൻഡ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഗ്യാപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഓപ്പൺ സ്ലോട്ടാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് എന്തിനാണ് വരുന്നത്? ബിക്കോസ് ദ കോയിൽസ് ക്യാൻ ബി ഫോം വൗണ്ട് ആൻഡ് പ്രീ ഇൻസുലേറ്റഡ് ബിഫോർ പ്ലേസിങ് ഇൻ ദ സ്ലോട്ട്. അപ്പോൾ ഓപ്പൺ സ്ലോട്ടുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോയിലുകൾ ആദ്യം തന്നെ ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഫോം വൈൻഡിങ് ചെയ്യാൻ പറ്റും. ഫോം വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് ലാബിൽ ചെയ്ത പോലെ തന്നെ ഫോം വൈൻഡിങ്ങുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വൈൻഡ് ചെയ്ത് സെറ്റപ്പ് എടുത്തിട്ടുണ്ടാവും, അത് നേരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഓപ്പൺ സ്ലോട്ടുകൾ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസോ കാര്യങ്ങളോ വരുമ്പോൾ ഊരാനും അത് ഉള്ളിലേക്ക് പിന്നെ നിറച്ച് വെക്കാനൊക്കെ എളുപ്പമുള്ളതാണ്. സെമി ക്ലോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റാണ്, കുറച്ച് ടഫാണ് അത് ചെയ്യാനൊക്കെ ആയിട്ട്. ഇനി അടുത്തത് ഇതിൻ്റെ റോട്ടറിൽ ബൈൻഡിങ്ങുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക. നിങ്ങൾ ലാബിൽ ചെയ്ത പോലെ തന്നെ ഓരോ എത്ര നമ്പർ അനുസരിച്ചുള്ള രീതിയിൽ വൈൻഡിങ്ങുകൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അഡിക്റ്റീവായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. അതായത് കറണ്ട് എപ്പോഴും വൈൻഡിങ്ങുകളിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എപ്പോഴും അഡിക്റ്റീവായിട്ട് ഔട്ട്പുട്ടിൽ വരത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനത്തെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ലാമിനേറ്റഡ് കോറിൻ്റെ ഉള്ളിലകത്ത് വൈൻഡിങ്ങുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ചിത്രമാണ് കാണിച്ചത്. ടൈപ്പ് ഓഫ് സ്ലോട്ട് ക്രിയേറ്റ്സ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ് ദെർബൈ പ്രൊഡ്യൂസിങ് റിപ്പിൾസ് ഇൻ ദി വ്യൂ. അതായത് ഇപ്പോൾ നമ്മൾ ജനറേറ്റിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും അതിൽക്കൂടെ ഒരു കറണ്ട് പോകുന്ന സമയത്ത് പിന്നെയും അതൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ റിപ്പിൾസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. പിന്നെ സെമി ക്ലോസ്ഡ് ടൈപ്പ് സ്ലോട്ട്സ് ആർ ബെറ്റർ ഇൻ ദിസ് റെസ്പെക്ട് ബട്ട് ഡു നോട്ട് പെർമിറ്റ് യൂസ് ഓഫ് ഫോം ആൻഡ് കോയിൽസ്. അപ്പോൾ ഓപ്പൺ സ്ലോട്ടുകൾക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത്, എന്താണ് റിപ്പിൾസ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ സെമി ക്ലോസ്ഡിന് റിപ്പിൾസ് ഇല്ല. പക്ഷേ എന്ത് പ്രശ്നമുണ്ട്, നമുക്ക് അത് വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഫോം വൈൻഡിങ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെമി ക്ലോസ്ഡ് സ്ലോട്ട്സുകൾക്കുണ്ട്. അപ്പോൾ വൈൻഡിങ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും സെമി സ്ലോട്ട്സിൻ്റെ, അത്രയാണ് പറയുന്നത്. പിന്നെ ടോട്ടൽ ക്ലോസ്ഡ് സ്ലോട്ട്സ് ആർ റെയർലി യൂസ്ഡ് ബട്ട് വെൻ യൂസ്ഡ് ദേ നീഡ് ബ്രേസിങ് ഓഫ് ദി വൈൻഡിങ് ടേൺസ്. വൈൻഡിങ് ടേൺസിന് ബ്രേസിങ് ഇട്ടുകൊണ്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, ഓപ്പൺ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ ഓപ്പണും ക്ലോസ്ഡും സെമി ക്ലോസ്ഡും പറഞ്ഞ് ക്ലോസ്ഡ് ടൈപ്പിൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞിട്ടുള്ളത് അവസാനം. ക്ലോസ്ഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വൈൻഡിങ്ങിന് പുറത്തായിട്ട് എന്തുണ്ടായിരിക്കണം, ബ്രേസിങ് ഇട്ടുണ്ടായിരിക്കണം. അതായത് ബ്രേസിങ് കഴിഞ്ഞാൽ ടൈറ്റ് മീൻസ് ഒരു ഒരു സെറ്റായിട്ട് അത് കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര സെറ്റ് എന്നുള്ള രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കണം. അത്രയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും, ലാമിനേറ്റഡ് കോഴ്സ് അടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ലാമിനേറ്റഡ് കോഡ് സ്റ്റാമ്പ് ചെയ്ത് വെച്ച് ലാമിനേറ്റഡ് കോറിന് ചുറ്റും വൈൻഡിങ്ങുകൾ ചുറ്റിയിട്ടുണ്ടായിരിക്കും. ഈ ചുറ്റിയിട്ടുള്ള വൈൻഡിങ്ങുകൾ മൊത്തം സം ചെയ്തിട്ട് ടോട്ടൽ ഒരു ഔട്ട്പുട്ടാണ് എടുക്കുന്നത്. അവിടെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വൈൻഡിങ്ങുകളുടെ 2 വൈൻഡിങ്ങുകൾ പുറത്തേക്ക് നിൽക്കുന്നത്. സ്റ്റേറ്റർ അസംബ്ലി, അതിന് ശേഷം 2 വയർ മാത്രം പുറത്തേക്ക്, അതായത് ഈ 2 എൻഡാണ് അത് പുറത്തേക്ക് നിൽക്കുന്നത്. ഇനി റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫ്റ്റിനോട് ഒപ്പം തന്നെ ഘടിപ്പിച്ച് വെച്ചുള്ള ഒരു സംഗതിയാണ് റോട്ടർ എന്നുള്ളത്. ഈ റോട്ടർ ഈ AC ജനറേറ്ററിനകത്ത് 2 ടൈപ്പിലാണ് വരുന്നത്. സാലിയൻറ്റ് പോൾ എന്നുള്ളതും അതുപോലെ തന്നെ നോൺ സാലിയൻറ്റ് പോൾ എന്നുള്ളതും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് റോട്ടർ സെഗ്മെൻറ്റ് ഫിക്സിങ് എന്നുള്ളത് നോക്കാം. DC വൈൻഡിങ് സപ്ലൈ ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും, ഓരോ വൈൻഡിങ്ങിലും ഇപ്പോൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ മാഗ്നറ്റുകളെ അവിടെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മഞ്ഞ കളറിൽ കാണുന്ന അതിനുള്ളിൽ കൂടെയാണ് ഷാഫ്റ്റ് വരിക. ആ ഷാഫ്റ്റിന് ചുറ്റും എന്ത് വെച്ചിട്ടുണ്ട്, ഫീൽഡായിട്ട് വരുന്ന വൈൻഡിങ്ങുകൾ ഓരോന്നും കൃത്യമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിൽ എന്തുണ്ടാവും, പോളുകളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പോളുകൾ ഫോം ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ജനറേറ്റ് ആക്കിയിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റൊട്ടേഷൻ കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്ററിൽ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ പോളുണ്ട്, അതായത് മാഗ്നറ്റുകൾക്കായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു പോള് വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ പോൾ ഹെഡ് എന്നുള്ള പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടിപ്പിൽ വരുന്ന ഭാഗം. പിന്നെ ആ ടിപ്പിൽ വരുന്ന ഭാഗത്തിൻ്റെ താഴെയായിട്ട് വൈൻഡിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. വൈൻഡിങ്ങുകളിലേക്ക് നമ്മൾ DC സപ്ലൈ ആണ് കൊടുക്കുക. ആ ഒരു DC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എല്ലാതും എന്താവും, ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് മാറും. അങ്ങനെയാണ് റോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി റോട്ടർ 2 ടൈപ്പ് ഉണ്ട്, സാലിയൻറ്റ് പോളും നോൺ സാലിയൻറ്റ് പോളും. സാലിയൻറ്റ് പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഈ ഷാഫ്റ്റിൻ്റെ കൂടെ അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ട്, ഇതുപോലെ തന്നെ ലാമിനേറ്റഡ് സെഗ്മെൻറ്റുകളുണ്ട്. ഈ ലാമിനേറ്റഡ് സെഗ്മെൻറ്റിൻ്റെ മുകളിൽ വൈൻഡിങ്ങുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലാമിനേറ്റഡ് സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈ വൈൻഡിങ്ങും ഈ സെഗ്മെൻറ്റും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ സെഗ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഷാഫ്റ്റിൻ്റെ മുകളിലുള്ള റിങ്ങും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു ഡോവ് ടെയിൽ ലൈക്ക് ജോയിൻറ്റ് വഴിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് സാലിയൻറ്റ് പോളിൻ്റെ. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. ഗ്യാപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, എന്താണ് കൃത്യമായിട്ടുള്ളൊരു ലാമിനേറ്റഡ് കോർ ഉണ്ട്, അതിൻ്റെ മുകളിലാണ് വൈൻഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈൻഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വൈൻഡിങ്ങുകൾക്കിടയിലൊക്കെ കൃത്യമായിട്ടുള്ള എയർ ഗ്യാപ്പുകളും അതുപോലെ തന്നെ ഇൻസുലേഷൻ ചെയ്യാനായിട്ട് കൂടുതൽ ഇൻസുലേഷൻ മെറ്റീരിയലിൻ്റെ ചിലവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തിൽ വരുന്നില്ല, സാലിയൻ പോൾ റോട്ടറിൽ വരുന്നില്ല. അപ്പോൾ സാലിയൻ പോൾ റോട്ടർ ഈ ഒരു സ്ട്രക്ചറാണ് വരിക. പിന്നെ എന്താണ്, ഹൈ സ്പീഡ് ആൾട്ടർനേറ്ററിൽ ഈ ഒരു സെറ്റപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഒരു സാലിയൻ പോളിൻ്റെ ഈ ഒരു ലോക്കിംഗ് മെക്കാനിസം ആയതുകൊണ്ട്, ഓരോ ലാമിനേഷൻ ചെയ്ത് വെച്ച് ലോക്കിംഗ് മെക്കാനിസം ആയതുകൊണ്ട് വലിയ സ്പീഡിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജെർക്കിങ്ങും അതുപോലെ തന്നെ വോൾട്ടേജ് ജനറേഷൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. ഫാൾസ് ടൈപ്പ് വോൾട്ടേജ് ജനറേഷനൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോവ് ടെയിൽ ലൈക്ക് സ്ട്രക്ചറിൽ ലാമിനേഷൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ജോയിൻ ചെയ്തതിൻ്റെ മേലായിരിക്കും ഫീൽഡ് വൈൻഡിങ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ കൃത്യമായിട്ടുള്ള എയർ ഗ്യാപ്പ് അവിടെ അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഓരോ പോളും ഓരോ ജനറേറ്ററിൽ ഓരോ വൈൻഡിങ് കാരണം ഓരോ സ്പെഷ്യൽ പോൾസാണ് ഓരോ ഇതിലും ഉണ്ടാവുക. ഓരോ കുറ്റി കാണുന്നതിലെല്ലാം ഓരോ കുറ്റിയിലും ഓരോ നോർത്ത് സൗത്ത് എന്നുള്ള കൃത്യമായിട്ടുള്ള പോളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട്. പിന്നെ DC എക്സൈറ്റേഷൻ സോഴ്സാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനി DC എക്സൈറ്റേഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്തതിന് തന്നെ നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ DC എക്സൈറ്റേഷൻ സോഴ്സായിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വേറെ എക്സ്റ്റേണൽ സപ്ലൈ കൊടുത്തിട്ടായിരിക്കും ഉപയോഗിക്കുക. പിന്നെ ഫീൽഡ് പോയിൻറ്റ് കണക്ട് ചെയ്തുള്ള എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് സ്മൂത്ത് ഓർ സിലിണ്ട്രിക്കൽ ടൈപ്പിൻ്റെ വ്യത്യാസം എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. NAS എന്നുള്ളത് ഒരു 2 പോൾ മെഷീൻ്റെ റോട്ടർ പോലെയാണ് വരിക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എത്ര പോൾ വേണമെങ്കിലും ആവാൻ പറ്റും. കാരണം ഓരോ സെഗ്മെൻറ്റും ഓരോ വൈൻഡിങ്ങുകളാണ്. അപ്പോൾ രണ്ട് പോൾ വരുന്നത് മാത്രമാണ് സ്മൂത്ത് സിലിണ്ടർ എന്ന് പറയുന്നത്, സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്ലോട്ടുകളിലായിട്ട് കണ്ടക്ടേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കണ്ടക്ടേഴ്സ് വെക്കുന്നതിനനുസരിച്ച് NAS എന്നുള്ള രീതിയിൽ ഒരു ഇവിടെ മാർക്ക് ചെയ്തതിൽ ചെറിയ ഇല്ല കറക്റ്റ് തന്നെ NAS എന്നുള്ള രീതിയിൽ ഒരു ചെറിയ നോർത്ത് സൗത്ത് പോൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഒരു നോർത്ത് ഒരു സൗത്ത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടാകും. പിന്നെ ഇവർക്ക് നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത്താണ് ഈ ടൈപ്പുകൾക്ക്, നോൺ സാലിയൻ പോൾ. അതുകൊണ്ട് തന്നെ ലാർജർ സ്പീഡ് റൊട്ടേഷൻ നമുക്ക് പോസിബിൾ ആക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കോപ്പർ സ്ട്രിപ്പിൻ്റെ ഇൻസുലേഷൻ, ഒരുപാട് വൈൻഡിങ്ങുകളൊന്നും ഇതിൽ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ലെസ് എമൗണ്ട് വൈൻഡിങ്ങുകൾ മതി. അതുകൊണ്ട് തന്നെ കുറേ ലോസൊക്കെ അവിടെ നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. പിന്നെ ഇത് സിലിണ്ട്രിക്കൽ ടൈപ്പിൻ്റെയും സാലിയൻ പോൾ ടൈപ്പിൻ്റെയും ഒക്കെ ഒരു ഫിഗറാണ്. സാലിയൻ പോൾ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. റോട്ടർ എന്നുള്ളത് കണ്ടക്ടേഴ്സ് NAS എന്നുള്ളതിൻ്റെ ഒരു സെഗ്മെൻറ്റ്. ഇതിപ്പോൾ 4 പോളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇവിടെ സിലിണ്ട്രിക്കൽ റോട്ടറാണെന്നല്ലോ, NAS എന്നുള്ള ഒറ്റ സെറ്റപ്പേ ഉള്ളൂ. അതിൽ മുകളിലായിട്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. അതിൽ ഈ ഫീൽഡ് വൈൻഡിങ് ഈ മുകളിൽ മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷേ ഇത് മൊത്തം ഈ ഒരു സ്റ്റേറ്ററിനുള്ളിൽ ആർമേച്ചർ വൈൻഡിങ് ഈ മൊത്തം സ്റ്റേറ്ററിനുള്ളിൽ ഫുള്ളുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എക്സൈറ്റേഷൻ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത്രയാണ് സാലിയൻറ്റ് പോളും അതുപോലെ തന്നെ സിലിണ്ട്രിക്കൽ റോട്ടറും പറയുന്നത്. ഇനി ആൾട്ടർനേറ്ററിൻ്റെ റേറ്റിംഗ് ആണ്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റർ എങ്ങനെ സൂചിപ്പിക്കുക എന്നുള്ള. ഇപ്പോൾ ആൾട്ടർനേറ്റർ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നതും ഓരോ ടൈപ്പിന്, ഇപ്പോൾ 500 വാട്ടിൻ്റെ അല്ലെങ്കിൽ 1 മെഗാവാട്ടിൻ്റെ ആൾട്ടർനേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് 1 മെഗാവാട്ടിൻ്റെ ആൾട്ടർനേറ്റർ അല്ല,
1 മെഗാവാട്ട് ജനറേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു 5-6 ആൾട്ടർനേറ്റർ മേടിക്കേണ്ടി വരും. അപ്പോൾ 5-6 ആൾട്ടർനേറ്റർ എന്താണ് കൃത്യമായിട്ടുള്ള അളവിൽ അതിനനുസരിച്ചുള്ള എത്ര ഫ്രീക്വൻസി വരുന്നത്, അല്ലെങ്കിൽ ഇത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നത്, ഇത്ര റേറ്റിംഗ് പവർ ഔട്ട്പുട്ട് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ മേടിക്കേണ്ടി വരും. അപ്പോൾ ആൾട്ടർനേറ്റർ റേറ്റിംഗ് അനുസരിച്ചാണ് പറയാം. ആ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ KVA എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ റേറ്റിംഗ് പറയാം, കിലോ വോൾട്ട് ആമ്പ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഇത് പറയുന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്നുള്ളൊരു സംഗതി കൂടെ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 100 വാട്ടിൻ്റെ ജനറേറ്റർ ആയിരുന്നു, പക്ഷേ പവർ ഫാക്ടർ 0.2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെറും 20 വാട്ടായിരിക്കും. അപ്പോൾ അതേപോലെ പവർ ഫാക്ടറും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്ററിൻ്റെ റേറ്റിങ്ങിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കിലോ വാട്ടിലല്ല പറയുക, കിലോ വോൾട്ട് ആംബിയർ KVA എന്നുള്ള റേഞ്ചിലാണ് റേറ്റിംഗ് റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഹണ്ടിങ് എന്നുള്ളൊരു പ്രോസസ്സാണ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ആൾട്ടർനേറ്ററിനകത്തൊരു കണ്ടിന്യൂസ് ലോഡ് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്തൊരു പ്രശ്നം ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റർ നല്ല സ്പീഡിൽ ഒരു 200 വാട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 160 വാട്ട് എപ്പോഴും ലോഡ് ഉപയോഗിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്ന് ഈ ലോഡ് ഒരു 210 കൂടുക, അല്ലെങ്കിൽ 200 കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരെ തിരിച്ച് 110 കുറയുക, അല്ലെങ്കിൽ 50 കുറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോഡ് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ലോഡിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ജനറേറ്ററിൻ്റെ ഓപ്പറേഷനെ അത് ബാധിക്കും. അപ്പോൾ ജനറേറ്റർ എപ്പോഴും എന്താവണം, ഇതേപോലെ കറക്റ്റായിട്ട് നോയ്സ് ഫ്രീ ആയിട്ട് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഡിവൈസാണ്. അങ്ങനെ നോയ്സ് ഫ്രീ ആയിട്ട് കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ വരണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെ 24 hours ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എബിലിറ്റി എന്തിനുണ്ടായിരിക്കണം, ജനറേറ്ററിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഹണ്ടിങ് പോലത്തെ പ്രശ്നങ്ങളൊന്നും അതിനുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡാമ്പർ വൈൻഡിങ് എന്നുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ഹണ്ടിങ് എന്നുള്ളത് ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്താണ്, ഒരു ലോഡ് ഫ്ലക്ച്വേഷൻ കാരണം എന്ത് ചെയ്യും, ആൾട്ടർനേറ്ററിൽ ഒരു ഫ്രീക്വൻസി ചേഞ്ചിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ വോൾട്ടേജ് ചേഞ്ചിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു അൺസ്റ്റേബിളായിട്ട് മാറും, സ്റ്റേബിൾ അല്ലാതെ മാറും. ആ ഒരു സിറ്റുവേഷനാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ ഫിനോമിനൻ എന്നുള്ള രീതിയിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ടൈപ്പിലായിട്ട് പറയാനുള്ളത്. താങ്ക് യു.